Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഡിഗ്രി പ്രിലിമിനറി എക്സാം വരാൻ പോവാണ് അല്ലേ? അപ്പോൾ ഏതെല്ലാം എക്സാംസ് ആണ് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസിൽ വരുന്നത്, ഏതിനാണ് ജോലി സാധ്യത, ഏതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു കംപ്ലീറ്റ് അവയർനെസ് വീഡിയോ ക്ലാസ് ആണ് ഇത്. സോ ത്രൂ ഔട്ട് കാണുക, നിങ്ങളുടെ പഠനത്തിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. ഓൾറെഡി നമുക്ക് ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. എന്താണ്, നവംബർ 28 ഇതിൻ്റെ വിജ്ഞാപനം വരും എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ കീനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഇപ്പോൾ കഴിഞ്ഞു, വളരെ എളുപ്പമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ് ഈ ഒരു പരീക്ഷ തരുന്നത് അല്ലേ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തത് 5,59,733 ഉദ്യോഗാർത്ഥികളായിരുന്നു. അതിൽ 770 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അഡ്വൈസ് ഏകദേശം 294 അഡ്വൈസ് പോയിരുന്നു. 57 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 57 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 മാർച്ചിലാണ്, അതായത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ്. ഏകദേശം ഒരു വർഷവും ഒരു 6 മാസവുമാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആയിട്ടുള്ളൂ. ഇനിയും ഇത്രയും തന്നെ സമയം അങ്ങോട്ട് പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ 294 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു അല്ലെങ്കിൽ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ നിയമന സാധ്യത നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സോ ഒരുപാട് അവസരങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു വിജ്ഞാപനമാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഗ്ലാമറസ് പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അടുത്ത എക്സാം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ്. ഓൾറെഡി ഒക്ടോബർ 15 ഇതിൻ്റെ വിജ്ഞാപനം വന്നിരുന്നു. 382/2025 കാറ്റഗറി നമ്പറിൽ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 19/11/2025 ആണ്. 19/11/2025 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം 3,71,910 ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തതിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ മാർച്ചിൽ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 3,763 ഉദ്യോഗാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 1,653 ആൾക്കാർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. ഈ ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്ന ഈ വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 13-ാം തീയതി പോലും ഇതിൻ്റെ അഡ്വൈസ് പോയിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.33 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കിട്ടുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ 3,763 ആൾക്കാർ മെയിൻ ലിസ്റ്റ് വന്നതിൽ 1,653 ആൾക്കാർക്ക് ഓൾറെഡി ജോലി കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഇത്രയും തന്നെ സമയം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയായിട്ട് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റ് എക്സോസ്റ്റഡ് ആകുക തന്നെ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഇതിന് എല്ലാവർക്കും തന്നെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ജോലി കിട്ടുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ മറക്കരുത്, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ബിക്കോസ് 19-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. സോ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ 19-ാം തീയതിക്ക് ആണ് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആണ്. കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി വിജ്ഞാപനം വന്നിട്ടുണ്ട്. 15/10/2025 വിജ്ഞാപനം വന്നു. ലാസ്റ്റ് ഡേറ്റ് ഈ 19-ാം തീയതി, നവംബർ 19-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അപേക്ഷിച്ചവരുടെ എണ്ണം 2,98,194 പേരാണ് എങ്കിൽ ഇവിടെ 1,734 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ 830 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയിരുന്നു. ഈ നവംബർ 12-ാം തീയതി പോലും അഡ്വൈസ് പോയിട്ടുള്ള ഒരു തസ്തികയാണ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 53.67 മാർക്കാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ജനുവരി 2024 ഇനിയും നമുക്ക് എത്രയുണ്ട്, 2027 വരെ, ഏകദേശം ഒരു വർഷത്തിലധികം ഇനിയും ഇവിടെ സമയമുണ്ട്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റിലും നല്ല മെയിൻ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ജോലി പ്രതീക്ഷിക്കുന്ന അടുത്ത ഒരു ലിസ്റ്റാണ് നമ്മുടെ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ 3 പരീക്ഷകളാണ് കണ്ടത്: യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അടുത്തതായിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ. ഓൾറെഡി ഇതിൻ്റെ വിജ്ഞാപനം ജൂലൈയിൽ വന്നതാണ് അല്ലേ. 31/7/2025 ഇതിൻ്റെ വിജ്ഞാപനം വന്നതാണ്. കഴിഞ്ഞ തവണ അപേക്ഷകരുടെ എണ്ണം 5,60,60,000 മുകളിലാണ് കഴിഞ്ഞ തവണ അപേക്ഷകരുടെ എണ്ണം.
ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 28/12/2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന 141 പേരാണ്. അഡ്വൈസ് നില എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സപ്ലിമെൻ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഏകദേശം 158, ഓപ്പൺ കാറ്റഗറി 137 പേർക്ക് അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട്. സോ അതൊരു വലിയൊരു ഫിഗറാണ് അല്ലേ. ആൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം പോസ്റ്റുകളിൽ തന്നെ ഏറ്റവും നല്ലൊരു പോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഡിഗ്രി തലത്തിൽ വരുന്നൊരു പരീക്ഷയാണ്. അവിടെ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനും ജോലിയിലേക്ക് കയറാനും ഉറപ്പോടുകൂടി കാത്തിരിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റൻറ്റ് ആയിട്ട് വരുന്നത് ഓഗസ്റ്റിൽ ഇതിൻ്റെ പരീക്ഷ വന്നതാണ്. 30/8/2025 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 269/2025 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ വന്നതാണ്. ലാസ്റ്റ് ടൈം അപേക്ഷയുടെ എണ്ണം എന്ന് പറയുന്നത് 3,00,000-ലധികം 3,19,103 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 8/8/2023 മെയിൻ ലിസ്റ്റിൽ 970 പേര് ഉൾപ്പെട്ടു. അതിൽ 36 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി കഴിഞ്ഞു. 35 മാർക്കായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റന്റ് തസ്തിക. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ SBCID അല്ലെ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID. ഇതും വളരെ നേരത്തെ വിജ്ഞാപനം വന്നതാണ്. 30/4/2025 വിജ്ഞാപനം വന്നതാണ്. നമ്മൾ വിചാരിച്ചു അത് ചിലപ്പോൾ ഇതിന് മുമ്പേ നടക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കാൻ പോകുന്ന മറ്റൊരു പരീക്ഷയാണ് SBCID എന്ന് പറയുന്നത്. അവിടെ 17/2025 എന്ന വിജ്ഞാപന കാറ്റഗറി നമ്പറിലാണത് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2023 ജൂൺ 3 ഇതിൻ്റെ എന്താ പറയുക റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. മെയിൻ ലിസ്റ്റിൽ 1028 പേരുണ്ടായിരുന്നു. 230 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി. ഇനി നമുക്ക് 2026 ജൂൺ വരെ സമയമുണ്ട് SBCIDയിൽ. ഓക്കെ, ഇതും നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വിജ്ഞാപനമാണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വിജ്ഞാപനം എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഈ നവംബർ 28 ഇതിൻ്റെ വിജ്ഞാപനം വരുമെന്ന് നമുക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ അറിയാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. PSC യോഗ ദിനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ 28 ഇതിൻ്റെ വിജ്ഞാപനം വരുമെന്നുള്ളത്. സോ ഇതിന് കഴിഞ്ഞ വിജ്ഞാപനം വന്നത് 30/12/2024 ആ ഒരു പരീക്ഷയിൽ 329 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. 57 മാർക്കായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ഇതിൻ്റെയും നമ്മൾ ഉടനെ തന്നെ 28 കൂടി തന്നെ ഇതിൻ്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വിജ്ഞാപനം വന്നത് 31/12/2019 അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 494/2019. 1,20,000-ലധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തൊരു പരീക്ഷയാണ്. റാങ്ക് ലിസ്റ്റ് വന്നത് 28/12/2023 ഓക്കെ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 219. 36 പേർക്ക് അഡ്വൈസ് പോയിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.72. അപ്പോൾ ഈ ഇത്രയും വിജ്ഞാപനം വന്നിട്ടുള്ളതിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഒരുപാട് അവസരങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കുറച്ചധികം നാളുകളായി PSC ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പരീക്ഷകളാണ് ഈ നടക്കുന്നതെല്ലാം തന്നെ. ഈ എക്സാംസിനൊക്കെ 2 ഘട്ടമുണ്ട്. ഡിഗ്രി പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. മെയിൻസ് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതുപോലെ പേടിയോടുകൂടി ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷെ വളരെ ഈസി ആയിട്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം നടന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് പ്രിലിംസ് പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ നഷ്ടമല്ലേ? തീർച്ചയായിട്ടും നഷ്ടമാണ്. കൃത്യമായ പഠന സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്ത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെയിൻസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന സമയമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഡിഗ്രി പ്രിലിംസ് കോഴ്സുകൾ എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് നമുക്കറിയാം വളരെ സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ബാച്ചാണ്. റിസൾട്ട് അവൈറ്റിംഗ് ആണ്. സോ ഏറ്റവും മികച്ച റിസൾട്ടോടുകൂടി തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനെയും മെയിൻസ് എക്സാമിനെയും ഒക്കെ നേരിടാം. നമ്മുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം, നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് എൻറോൾഡ് ആവുക. ഇനി കാത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം എക്സാം എന്ന് പറയുന്നത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. സോ എക്സാം എന്ന് പറയുന്നത് പ്രോബബ്ലി പ്രിലിമിനറി ഏപ്രിൽ മെയിലും അതുപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്നത്
ഒരു ഓഗസ്റ്റ് ഒക്ടോബറിനിടയിലും ഇപ്പോൾ കഴിഞ്ഞതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് നമുക്കതിൻ്റെ മെയിൻസും പ്രതീക്ഷിക്കാം. സോ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഏകദേശം 3 മാസമേ ഉള്ളൂ. ഈ 3 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനിടയ്ക്ക് എന്ത് വരുന്നുണ്ട്? അവധികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ വൈബ് വേറെ ആയിരിക്കും. സോ എന്ത് ചെയ്യുക? പഠനത്തിലേക്ക് തിരിച്ചു വരണം. മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളിവിടെ കംപ്ലീറ്റ്ലി സെറ്റാണ്. എല്ലാവരെയും ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.